പൊന്നുസുൽപാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ ഈ ചുമന്ന പാട് കണ്ടിട്ട് അന്ന് എനിക്ക് ആരോ കമന്റ് ചെയ്ത് ലവ് ബൈറ്റ്സ് ആണോ, നാടാ ലവ് ബൈറ്റ്സാ. അവനോടൊക്കെ പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് അലർജി ഉണ്ട് കേട്ടോ. ഈ അലർജി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പം അതെനിക്ക് അലർജി വരുമ്പോൾ ഞാൻ ചൊറിയുമ്പോഴാണ് ഇങ്ങനെ റെഡ് കളറാകുന്നത് കണ്ടോ. അലർജി ഉള്ളവർക്ക് വരും. എനിക്ക് ആസ്മയുണ്ട്, അലർജി ഉണ്ട്. ഓക്കെ, ഇപ്പം ഞങ്ങൾ ജോൺസേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. കാഞ്ഞിരക്കൊല്ലി ചക്കരയുണ്ട് ബാക്കിൽ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡെയിലി വ്ളോഗ് കാഞ്ഞിരക്കൊല്ലി പോകുന്നൊരു വീഡിയോ ഇടാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതേ ജോൺസന്റെ ചേട്ടനുണ്ട്. ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങി പോവാന്ന് വിചാരിച്ചു. നമ്മുടെ സ്ഥലം കപ്പയും ബീഫും വാങ്ങുന്ന കടയാട്ടോ. അവിടുന്ന് കുറച്ച് ബീഫ് വാങ്ങാൻ വിചാരിച്ചു. നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ ജോൺസേട്ടൻ്റെ വീട്ടിലെത്തി. ഈ താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ. നമ്മുടെ റോഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് ആദ്യം ഒരു മീൻകുളം ഉണ്ടായിരുന്നു. പിന്നെ കുറേ സപ്പോട്ട, അതുപോലെ റംബൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് താഴെ ഇറങ്ങി പോകണം. ഞാൻ ഒത്തിരി തവണ വീണിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് പോകും. പിന്നെ ഉണ്ടല്ലോ അവിടെ നല്ല പശുവിൻ്റെ ഫാമുണ്ട്. പശുവും പോത്ത്, കോഴി, താറാവ്, മുയൽ ഒക്കെ ഉണ്ട്. ഞാൻ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടം പോലെ ഫാമാണേ. കശുവണ്ടി. പിന്നെ ചക്കയൊക്കെ ആവുന്നുണ്ട് കണ്ടോ. എവിടെ ആവുന്നതിനേക്കാളും മുമ്പ് ഇവിടെ ചക്കയാവും കേട്ടോ. അധിക്ഷേപിച്ചോ എന്നെ. ഇവിടെ ആരും സ്നാക്സ് ഒന്നും കഴിക്കാനില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് വരിക. ഹവായി ചെരുപ്പ്. ഞങ്ങൾ ജോൺസേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇനി ഞങ്ങൾ കുരുമുളകൊക്കെ പറിച്ച് മീൻ മറക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ എനിക്ക് വയ്യ തീരെ. അതാണ് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. ചക്കനെ ട്രോളെടുത്ത് ചക്കരെ. കടപ്ലാവ് ഉണ്ടായിരുന്നു. കടപ്ലാവൊക്കെ ഇങ്ങനെ. അയ്യോ, അവിടെ മേലെ പോയി കുരുമുളക് പറിക്കട്ടെ. മമ്മി കുള്ളത്തിയെന്നല്ല ഉദ്ദേശം. കൊണ്ട് വാ പറിച്ചല്ല. ഇല്ലതാ ഇതാ ഇവിടെതാ മമ്മിക്ക് എത്തുന്ന. വേദനയാ. നിന്റെ ട്രെയിനർ എന്നോട് ജിമ്മ് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് വേദനയാ. ആ കറിവേപ്പില പറിക്കുന്നേ വേണം. വീഡിയോ ഷോർട്സ് എടുക്കട്ടെ. എനിക്ക് പറിക്കാൻ പറ്റാണ്ട് ചക്കര കയറി പറിച്ചുകൊണ്ടുവന്നു കേട്ടോ. വാ പിടിക്കണോ ഞാൻ? വേണ്ട, എന്നാ വാ. ഒരു ചാടി വീഴുന്ന ആരും കാണരുത്. ആ ചെരുപ്പ് ചിലപ്പോൾ വീഴാൻ സാധ്യത. ആ ചെരുപ്പ്. ഓക്കെ, അങ്ങനെ നമ്മളിത് പറിച്ച്. ഇവിടെ നല്ല മുരിങ്ങക്കോലൊക്കെ ഉണ്ട്. മുരിങ്ങയിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പറിച്ച് കറിയൊക്കെ വെക്കണം. പക്ഷെ ഞങ്ങൾ ആകെ ഒരു ദിവസമേ ഇവിടെ ഉള്ളൂ. നാളെ ഞങ്ങൾ തിരിച്ചു പോകും. അതെ, നമ്മൾ മീൻ മസാല ഉണ്ടാക്കുകയാണേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചക്കുരുമുളക്, പിന്നെ വിനെഗർ, വെളിച്ചെണ്ണ ഒക്കെ കൂടെ മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, ഇതിന് വിനെഗറും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചല്ല. കുറച്ചും കൂടെ വിനെഗർ. ചേച്ചി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഉണ്ട് അവിടെ. ഇത് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്തിട്ട് നമ്മുടെ മീനെ കാണിച്ചു കൊടുത്ത മീനിതാ. മീൻ വാങ്ങിയെടുത്ത് തന്നെ നന്നാക്കിയതാ കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ വര ഇടണം. തല കളയുന്ന അത് വാങ്ങിയെടുത്ത് തന്നെ കിട്ടിയത്. നിങ്ങൾ വെളിച്ചെണ്ണ വാങ്ങല ഇല്ല. നമ്മുടെ ഫിഷ് മസാല സെറ്റ് കേട്ടോ. ഇത് തേച്ച് പിടിപ്പിച്ച് 2 മിനിറ്റ് അവിടെ വെക്കണം. നമ്മൾ കുറച്ച് ഞണ്ട് വാങ്ങിയായിരുന്നേ. ക്രാബ് മസാല ഉണ്ടാക്കാൻ വെച്ചിട്ട് ചേട്ടന് ക്രാബ് മസാല വേണം. ഞണ്ടിന് ഈ സൈഡിൽ കാണുന്ന സാധനമൊക്കെ മട്ടിലാക്കും. അതൊക്കെ എടുത്ത് കളയണേ. ഹോട്ടലുകാരൊന്നും അത് കളയാറില്ല. പക്ഷെ നമ്മളിത് കളയണം. ഇതേ നമ്മുടെ ഞണ്ട് മസാല റെഡിയാക്കണം. വെളിച്ചത്തിന്
ഫിഷ് ഫ്രൈ ആയിട്ട് ഞാൻ ചോറുണ്ട് കേട്ടോ. ഇനി സാമ്പാറുണ്ടകത്ത്. ചേട്ടാ ഒരു റീൽസ് ഇടാൻ വേണ്ടി പുറത്തേക്ക് വന്നിരുന്നതാണ്. സാമ്പാറും കൂട്ടി തിന്നാം. ഓക്കെ. ചക്കരയ്ക്ക് ഒരു പൂച്ചേനെ കിട്ടിയിട്ടോ. ചക്കരയ്ക്ക് ഭയങ്കര സങ്കടമാണ്. സിബിലിങ്സ് ഒന്നുമില്ല. ഇവിടെയാണ് ആമിമോള് ജർമ്മനി പഠിക്കുവാണേ. ചേട്ടൻ ഒരേ ഒരു മോളുള്ള അവൾ ജർമ്മനി പഠിക്കുക. ആരുമില്ല എന്നൊക്കെ പറഞ്ഞ സങ്കടം. ഇതാണ് കേട്ടോ എൻ്റെ പരീക്ഷണശാല. ഇവിടെ നമ്മൾ 2 വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, വിനെഗർ, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ വിറകടുപ്പിൽ വെച്ചിരിക്കുക കേട്ടോ. ഇത് പൂച്ചേനെ തലോടാൻ പോലും ആരുമില്ല. നിന്നെ തലോടാൻ ആരുമില്ല എന്നാ നീ തലോടിക്കോ. നല്ലോണം എനിക്ക് വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ കാണ്ടക്കലി വന്നാൽ എനിക്ക് ഇങ്ങനെ വിറകടുപ്പിൽ കുക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടാറുണ്ട്. എടി പൂച്ചേനെ എടുത്തോണ്ട് പോവാ. ഇവിടുത്തെ പൂച്ചേനെ എടുത്തോണ്ട് പോവാ. ഇതിന് കുറേ കുട്ടികളുണ്ടായിരുന്നടി. ഈ കുട്ടികളൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഓ കൊഞ്ചിക്കോ. ചക്കരെ ചേച്ചീനോട് മൂടി തരാൻ പറയാൻ. ഇത് ബെന്നിച്ചേട്ടൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാട്ടോ ഈ വിറകടുപ്പൂടെ. എടി ഇവിടെ ബാക്കിൽ തുറന്നുണ്ട്. നാളെ ഞങ്ങൾ ബീഫ് ബിരിയാണിയും ബീഫ് കുറുമയും വെക്കാൻ പോകാം കേട്ടോ. ബീഫ് കുറുമയ്ക്ക് നമ്മൾ അപ്പം കൂട്ടിക്കഴിക്കും. പിന്നെ ബീഫ് ബിരിയാണി നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ബീഫ് കുറുമയ്ക്കുള്ള ബീഫാണ് ഞാൻ ഈ അരിഞ്ഞ് വെക്കുന്നത്. ഇത് ബീഫ് ബിരിയാണിക്ക് വാങ്ങിയ കഷ്ണത്തിനകത്ത് തന്നെയാണ് കേട്ടോ കുറുമയ്ക്ക് അരിഞ്ഞ് വെക്കുന്നത്. നമ്മുടെ ഞണ്ട് റൈസ് കഴിഞ്ഞു കേട്ടോ. ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കറി. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റും. ബെന്നിച്ചേട്ടൻ വെച്ച കണ്ണട കാണിച്ചേ. ജോൺ ചേട്ടന് ആരോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ഇവിടെ കണ്ണിൽ വെച്ചില്ലേ. എന്റെ ചാച്ചന് കണ്ണിന് തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്തപ്പോ കിട്ടിയ കണ്ണട അല്ലേ? റേബാട്ടിയാണോ അത്? ബെന്നിച്ചേട്ടന്റെ അല്ലപ്പം. ഞങ്ങള് ചായ കുടിക്കാട്ടോ. അരിയുണ്ടയും ചായ കഴിക്കാൻ പോവാ. ഞാനിതേ ഒരു മീനച്ചാർ ഉണ്ടാക്കാന്നോർത്ത് അതിനുള്ള പരിപാടിയിലാട്ടോ. കുറുമയ്ക്കുള്ള ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറുമ നമുക്ക് നാളെയാണ് പരിപാടി. കാണിച്ചുതരാം. ഇത് ബീഫ് ബിരിയാണിക്കുള്ളത്, ഞണ്ട് വറ്റിച്ചത്, മീനച്ചാറിനുള്ള പരിപാടി. നേരത്തേക്ക് നമുക്ക് ചെണ്ടൻ കപ്പയും കാന്താരി ചമ്മന്തിയും, മീനച്ചാറിന് ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. പെട്ടെന്ന് കൂട്ടാനുള്ള അച്ചാറാണെങ്കിൽ മാത്രം നമ്മൾ ചെറുള്ളി ഉപയോഗിക്കാവുള്ളൂ. എടുത്ത് വെക്കാൻ ആർക്കെങ്കിലും കൊടുത്തു വിടാനാണെങ്കിലും ചെറിയുള്ളി ഉപയോഗിക്കരുത്. ഇനി നല്ലോണം അതുപോലെ വറുത്ത് കുറഞ്ഞു. പിന്നെ ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഉള്ളൂ കേട്ടോ. കറുത്ത പേസി. ഇത് നമ്മുടെ തറവാടാണ് കേട്ടോ. ആക്ച്വലി ബെന്നിച്ചേട്ടൻ ഉണ്ടാക്കി വെച്ച രൂപക്കൂട് ഉണ്ട്. അടിപൊളിയല്ലേ? ബീഫ് ബിരിയാണിക്കുള്ള ബീഫ് വേവിച്ച് വെച്ചു. നമ്മൾ ആ കുക്കറിൽ തന്നെ ജണ്ട പൊടിഞ്ഞാണ്. എൻ്റെ മീനച്ചാറ് സെറ്റാകുന്നു. മീനച്ചാർ കുറേ ദിവസത്തേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കരുത്. നല്ല വൃത്തിക്ക് ഉണ്ടാക്കണം. ഇത് പിന്നെ കുറേ ദിവസത്തേക്ക് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. വെളുത്തുള്ളി നല്ല ബ്രൗൺ നിറായി വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി നല്ല ബ്രൗൺ നിറാക്കണം. അത് കഴിഞ്ഞ് വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ. അതെ, അപ്പോൾ നമ്മുടെ സിമ്പിൾ മീനച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ റീൽസും ഷോർട്സൊക്കെ ആയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇടാം കേട്ടോ. അതിന് മീനിനകത്ത് കിടന്നു കുത്തില്ല. ഇനി ഞങ്ങൾ കട്ടൻ ചായയും കപ്പയും കാന്താരി ചമ്മന്തി സെറ്റ്, ഉച്ചത്തെ ഇടിച്ചക്ക ഉണ്ട്, പിന്നെന്താ ഞണ്ടുണ്ട്, ബാക്കിയെല്ലാം സെറ്റാണ് കേട്ടോ. ഇതേ നമ്മുടെ ചൂട് ചെണ്ടൻ പൊടിഞ്ഞപ്പ, കാന്താരി ചമ്മന്തി, ഉണക്കമീൻ വറുത്തത്, കട്ടൻ ചായ, മീനച്ചാറ് എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ തിന്നുവാണ്.
ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാൻ വേഗം കാണാൻ പറ്റും. ഇനി എല്ലാ ജനസംസ് തിന്നു തിന്നുകൊണ്ടേയിരിക്കും. ബൈ.